ശ്രീനാരായണ സഹോദര ധർമ്മവേദി രാജാക്കാട് യൂണിയൻ ഓഫീസിന്റെയും 316 നമ്പർ സേനാപതി ശാഖാ ഓഫീസിന്റെയും ഉദ്ഘാടനം ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് നിർവഹിച്ചു. അധികാരമോഹം തലയ്ക്ക് പിടിച്ച വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള SNDPയുടെ അവസ്ഥ പരിതാപകരമാണെന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു. ശ്രീനാരായണ സഹോദര ധർമ്മവേദി രാജാക്കാട് യൂണിയൻ ഓഫീസിന്റെയും സേനാപതി ശാഖാ ഓഫീസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SNDP യോഗത്തിന്റെ സ്ഥിതി വളരെ പരിതാപകരമാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വെള്ളാപ്പള്ളി നടേശന്റെ വയസ്സ് ഇന്ന് 86 വയസ്സ് കഴിയുകയാണ്. ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ 2 വർഷമായിട്ട് SNDP യോഗത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഇലക്ഷൻ നടന്ന് 2 വർഷം തികയാൻ പോവുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ 2 വർഷവും SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുവാനുള്ള യാതൊരു യോഗ്യതയും ഇല്ലാതെ വെള്ളാപ്പള്ളി നടേശൻ ആ കസേരയിൽ അള്ളിപ്പിടിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം അടുത്ത ഇലക്ഷൻ നടത്തുന്നതിനെ സംബന്ധിച്ച് അതിന് നിയമപരമായി യാതൊരു സാധുതയും ഇല്ലാതിരുന്നിട്ടും എങ്ങനെ അടുത്ത ഇലക്ഷൻ നടത്തി വീണ്ടും ആ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ കുറെ കാലം കൂടി ഇരിക്കാൻ പറ്റും എന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ശ്രീനാരായണ ഗുരു സാമൂഹ്യ നവോത്ഥാനത്തിൽ വഹിച്ച പങ്കിനെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഉടുമ്പൻചോല MLA MM മണി പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ പുരോഗമന പ്രവർത്തനങ്ങൾ പിന്നാലെ വന്ന പല പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും മാതൃകയായി മാറിയെന്ന് MM മണി അനുസ്മരിച്ചു. ചടങ്ങിനോട് അനുബന്ധിച്ച് നടന്ന സർവമത സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊട്ടുകൂടായ്മയും തിണ്ടിക്കൂടായ്മയും മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടം. അതിൽ നിന്നെല്ലാം ഇന്നത്തെ കേരളവും ഇന്നത്തെ ഇന്ത്യയും രൂപപ്പെട്ടതിൽ മഹാരഥന്മാരായ ആളുകൾ നടത്തിയ മഹത്തായ പോരാട്ടമാണ് ഇന്ന് ഈ സമൂഹത്തിൽ മാറ്റം വന്നതെന്ന കാര്യം ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സർവമത സമ്മേളനം ആലുവായിൽ വിളിച്ച് ചേർത്തപ്പോൾ അദ്ദേഹം ഗുരുദേവൻ അതിന് നൽകിയ സന്ദേശം വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നറിയാനും നമുക്കുള്ളത് അറിയിക്കാനും വേണ്ടിയാണ്, വാദിക്കാനും ജയിക്കാനുമല്ല എന്ന സന്ദേശമാണ് ഉയർത്തിയതെന്ന് നമുക്ക് കാണാവുന്ന. ഇതെല്ലാം ചരിത്ര രേഖകളാണ്. ശ്രീനാരായണ സഹോദര ധർമ്മവേദി വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് വിദ്യാസാഗർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. SNDP യോഗത്തിന്റെ ഒരു സമാന്തര പ്രവർത്തനം എന്നതിനപ്പുറം SNDP യോഗം ഇന്ന് ചെന്നുപെട്ടിരിക്കുന്ന അതിൻ്റെ ദുർഗതിയിൽ നിന്ന് അതിനെ മോചിപ്പിച്ച് SNDP യോഗത്തിൽ ശരിയായ ജനാധിപത്യപരമായ അതിൻ്റെ പ്രവർത്തന ശൈലി പുനഃസ്ഥാപിക്കുകയും SNDP യോഗത്തിന്റെ പ്രവർത്തനത്തെ കൂടുതൽ സുതാര്യവും സമുദായ അംഗങ്ങൾക്കും പൊതുസമൂഹത്തിനും പ്രയോജനകരമായ രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം രൂപപ്പെടുത്തുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. ശ്രീനാരായണ സഹോദര ധർമ്മവേദി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബിജു പുലോയിക്കൽ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. അതുപോലെ നമുക്കറിയാം, നമ്മുടെ PN മോഹനൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. അദ്ദേഹം ശാന്തമ്പാറയിലുണ്ട്. അദ്ദേഹവും ഈ യോഗത്തിൽ എത്തിച്ചേരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കാണ് അദ്ദേഹം എത്തിച്ചേരും. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഞാൻ കാർത്തവമായി സ്വാഗതം ചെയ്യുകയാണ്. ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന നേതാക്കളായ അഡ്വക്കേറ്റ് R അജന്തകുമാർ, P അമ്മിണിക്കുട്ടൻ, സത്യൻ പന്തലത്തല, എളമ്പടത്ത് രാധാകൃഷ്ണൻ, പത്മന സുന്ദരേശൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീമതി ഉഷാകുമാരി, മോഹൻകുമാർ, VN മോഹനൻ, ഉദിയൻ ഉടുമ്പൻചോല, ഷാജൻ അടത്തനാൽ, അഡ്വക്കേറ്റ് R അനന്തകുമാർ, ഫാദർ മാത്യു കുളങ്ങരക്കുഴിയിൽ, ഫാദർ ഡിനേഷ്, ഫാദർ ജോസഫ് കൊളിക്കുളവിൽ, മൗലവി മുഹമ്മദ്,
റവിക് അൽ കൗസരി, സേനാപതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിലോത്തമ സോമൻ, ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിഷ ദിലീപ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എൽദോസ്, മനു റജി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സേനാപതി ശശി, ജോസ് കാഞ്ഞിരക്കോണം, ശ്രീനാരായണ സഹോദര ധർമ്മവേദി ജില്ലാ നേതാക്കളായ SN ശശികുമാർ, അജിത് ശാന്തി, CV രാജൻ, സോമൻ ആനച്ചാൽ, അനിൽ പുളിമൂട്ടിൽ, ഷാജി ഉറുമ്പിൽ, ശ്രീമതി വത്സരാജൻ വാഴാട്ട് തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നേർന്നു. വളരെ വിശദമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് നമ്മൾ വലിയൊരു കാര്യം ഈ നാട്ടിൽ ചെയ്തിരിക്കുകയാണ്. അതിന് കാരണഭൂതരായിട്ടുള്ളവർക്ക് അംഗീകാരവും കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. നീണ്ട ഒരു പ്രസംഗത്തിന്റെ വേദിയല്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന വിശ്വഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളുടെ മൂല്യബോധം എവിടെ നഷ്ടപ്പെട്ടോ ആ മൂല്യബോധത്തിൽ നിന്ന് ആ ആശയങ്ങളെ സാധാരണ ജനങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ പ്രവർത്തനം നടക്കുന്നത് എന്ന് വ്യക്തമായിട്ട് അറിയാം. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലും സർവമത സമ്മേളനങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ലോകം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ആവശ്യപ്പെടുന്ന ഏറ്റവും ആവശ്യമുള്ള ഒരു പ്രാധാന്യമുള്ള ഘട്ടത്തിലാണ് നിങ്ങൾ അല്ലെങ്കിൽ ശ്രീനാരായണ സഹോദര ധർമ്മവേദി ഇത്തരം വരുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു മീറ്റിംഗ് വലിയ ഒരു അനുഗ്രഹദായകമായിട്ട് തോന്നുകയാണ്. കാരണം ഒത്തിരിയേറെ വലിയ മഹത് വ്യക്തികളെ പരിചയപ്പെടാനുള്ള ഒരു ഭാഗ്യം ഇതിലൂടെ ലഭിച്ചു. ഈ നാടിന്റെ ഒരു മഹത്തായ ആഘോഷമാക്കി മാറ്റാനുള്ള നിങ്ങളുടെ ഹൃദയവിശാലതയെ ആദ്യം തന്നെ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുക. തീർച്ചയായും എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കാലഘട്ടം മതപരമായ വൈര്യങ്ങളെ കൂടുതൽ താല്പര്യത്തോടു കൂടി മനുഷ്യന്റെ ഇടയിലേക്ക് കടത്തിവിടുന്ന ഒരു കാലമാണ്. ഒരുപക്ഷെ ശ്രീനാരായണ ഗുരു എന്ന മഹത് വിപ്ലവകാരിയെ, ഒരാരാധ്യ പുരുഷനെ, ഒരു പകരം വെക്കാനില്ലാത്ത വ്യക്തിത്വത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുമ്പോൾ ഏതൊരു മനുഷ്യന്റെയും മനോമുഖരത്തിലേക്ക് ആദ്യം വരുന്ന ചിന്ത ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നാണ്. ശ്രീനാരായണ ഗുരു ഉയർത്തിപ്പിടിച്ച ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടവരായിട്ടുള്ള ഈഴവ ജനവിഭാഗത്തെയും അതിനോട് ചേർന്ന് നിൽക്കുവാൻ താല്പര്യമുള്ള എല്ലാ ആളുകളെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് നമ്മുടെ ഗുരുവിൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ച് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, മതമേതായാലും മനുഷ്യൻ നന്നാവുക എന്ന ഉച്ചാരണ ശുദ്ധിയോടുകൂടി ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനം അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ സംഘടന ഇവിടെ ഇത്തരത്തിൽ ഒരു പ്രസ്ഥാനം തന്നെ കെട്ടിപ്പടുത്തിട്ടുള്ളത്. SNDP യോഗം എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം 1903 രൂപീകരിക്കപ്പെട്ട് ഇന്ന് കാണുന്ന ഈ കേരളത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അതിന്റെ അക്ഷയമായ ഒരു ഊർജ്ജ സ്രോതസ്സായി പ്രവർത്തിച്ചത് SNDP യോഗമാണ്. പക്ഷെ ഇന്ന് ആ SNDP യോഗം ചെന്നെത്തിയിരിക്കുന്ന അപകടകരമായ അവസ്ഥ, ദുരവസ്ഥ എന്നെയും നിങ്ങളെയും ഒരുപോലെ ആശങ്കാകുലരാക്കുന്നതാണ്. കേരളത്തെ സ്നേഹിക്കുന്ന, കേരളത്തിന്റെ പുരോഗമന നിലപാടുകളെ സ്നേഹിക്കുന്ന, ശ്രീനാരായണ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം. അവിടെയാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ പ്രസക്തിക്ക് 1000 മടങ്ങ് കരുത്തുണ്ടാകുന്നത്. നമുക്ക് സ്വന്തമായ ഒരു ആസ്ഥാന മന്ദിരം നമ്മുടെ ജനറൽ സെക്രട്ടറി പണിയിച്ചു നൽകിയിട്ടുണ്ട്. പക്ഷെ അത് അദ്ദേഹം പണിയിച്ചു നൽകുകയാണ് ഇത് നിങ്ങളുടെ എല്ലാം വിയർപ്പിന്റെ വില കൊണ്ട്, നിങ്ങളുടെ എല്ലാം പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇവിടെ ഈ രാജാക്കാട് ഇത്തരത്തിൽ ഒരു മഹനീയ മന്ദിരം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഇനി ഒരു ഗുരുമന്ദിരം വിഭാവനം ചെയ്യുന്നുണ്ട്, ഒരു ഓഡിറ്റോറിയം വിഭാവനം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തീർച്ചയായും ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് വളരെ ഭംഗിയായി പര്യവസാനിക്കും എന്നുള്ള കാര്യത്തിന് പക്ഷാന്തരമൊന്നുമില്ല. എല്ലാ മതക്കാർക്കും, സർവ്വമത സമ്മേളനം നടത്തുന്നവർ എല്ലാ മതക്കാർക്കും വന്ന് കൂടുവാനും സംഭാഷണങ്ങൾ നടത്തുവാനും ഒക്കെയുള്ള ഒരു വേദിയാക്കി ഇതിനെ മാറ്റണമെന്ന് കൂടി ഞാൻ പറയുകയാണ്. നമുക്ക് ഒത്തൊരുമിച്ച് നിൽക്കാം, ഒന്നിച്ചു പോകാം. അതോടൊപ്പം തന്നെ എനിക്ക് ഒന്നേ പറയാനുള്ളത്, ഈ പ്രസ്ഥാനം വെള്ളാപ്പള്ളി എങ്ങനെയെങ്കിലും പോട്ടെ, അത് ഗുരുദേവനോടെയുണ്ട്, അങ്ങനെ നോക്കിക്കൊള്ളു. കാലഘട്ടത്തിന് അനുസൃതമായ മനോഹരമായ ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസ് രൂപപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ വളരെ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ ഏറ്റവും മികച്ച, ഏറ്റവും മനോഹരമായ, പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസും ഹാളും സഹോദര ധർമ്മവേദിക്ക് നേടിയെടുക്കാൻ പറ്റി. അത്
നമ്മുടെ ജനറൽ സെക്രട്ടറിയുടെ സന്മനസ്സിന്റെ ഭാഗമായിട്ടാണ്, അദ്ദേഹത്തിന്റെ അർപ്പണ ബോധത്തിലുള്ള പ്രവർത്തനത്തിനും അതോടൊപ്പം ഗുരുവിന്റെ പാത പിന്തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ നേട്ടം. ഇവിടെ ഇങ്ങനെ ഈ മന്ദിരം മനോഹരമായി പൂർത്തിയാക്കിയ ബിജു ഉൾപ്പെടെയുള്ള അതിൻ്റെ മുന്നണി പ്രവർത്തകരെയും അതിനെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ സുമനസ്സുകളെയും ശ്രീനാരായണ ഗുരുദേവന്റെ കരുണാകടാക്ഷങ്ങൾ അവർക്കുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അസാമാന്യ യോഗ പ്രകടനത്തിലൂടെ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ സാജൻ മടകലിനെ ചടങ്ങിൽ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് ആദരിച്ചു. ഇന്ന് ഈ റെക്കോർഡ് കിട്ടാനുള്ള മെയിൻ കാരണങ്ങൾ യോഗയുടെ അടിസ്ഥാന തത്വങ്ങളായ 195 പതഞ്ജലി യോഗസൂത്രങ്ങൾ തല കീഴായിട്ട് നിന്ന് പത്മാസനത്തിൽ നിന്ന് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ വേൾഡ് റെക്കോർഡ് വരെ സാധിച്ചത്. കഴിഞ്ഞ കൊല്ലം എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡും കിട്ടി. ഇപ്പോൾ ഈ സമീപകാലത്ത് ഒരു മാസത്തിനുള്ളിൽ ഇന്റർനാഷണൽ അക്കാർഡും വേൾഡ് റെക്കോർഡും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചടങ്ങിൽ സഹോദരധർമ്മവേദി രാജാക്കാട് യൂണിയൻ സെക്രട്ടറി മോഹനൻ കതിലിക്കാട് കൃതജ്ഞത രേഖപ്പെടുത്തി. യോഗത്തിന് നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. സവിസ്തരം എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും തന്നെ സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ച അഡ്വക്കേറ്റ് ശ്രീ CK വിദ്യാസാഗർ അവർക്ക് എൻ്റെയും ഈ ശ്രീനാരായണ ധർമ്മവേദി രാജാക്കാട് യൂണിയൻ്റെയും നമ്മുടെ ശാഖയുടെയും ഓഫീസ് നിർമ്മാണത്തിൽ പങ്കാളികളായ ബിജു പുള്ളോലിൽ, വിജയരാജ് ചുള്ളിക്കണ്ടത്തിൽ, സുരേഷ് പൂവത്തുങ്കൽ, സോമൻ കുറ്റിച്ചിറ, ബാബു കുറുപ്പംകുടി, രവീന്ദ്രൻ സേനാപതി തുടങ്ങിയവരെയും സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് ആദരിച്ചു. ശാഖാ പ്രസിഡന്റ് ശ്രീ ഷാജിക്ക്, നമ്മുടെ ജനറൽ സെക്രട്ടറി സഹോദരൻ ഷാണിക്ക് ആദരിച്ചു. മേസ്തിരിപ്പണികൾ. ന്യൂസ് ഡെസ്ക്, യോഗനാഥൻ ന്യൂസ്.